സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം നടക്കുകയാണ്. അവിടെ ട്രോഫികൾ കൈമാറുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണർ ട്രോഫികൾ സമ്മാനിക്കുന്നു. മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ അവിടെയുണ്ട്. ഓവറോൾ ട്രോഫിയാണ് കൈമാറാൻ അല്പസമയത്തിനകം കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. മഹേഷ് പോലൂർ ചേരുന്നുണ്ട്. മഹേഷ്, ഇപ്പോൾ ഏതൊക്കെ ട്രോഫികൾ കൈമാറി കഴിഞ്ഞു? എപ്പോഴാണ് സ്വർണ്ണ കപ്പ് നൽകുന്നത്? മികച്ച സ്പോർട്സ് ഹോസ്റ്റലുകൾക്കുള്ള മികച്ച സ്പോർട്സ് സ്കൂളുകൾക്കുള്ള ഇപ്പോൾ കടന്നു പോകുന്നത് ജനറൽ കാറ്റഗറിയിലെ മികച്ച സ്കൂൾ കടകശ്ശേരിയാണ്. കടകശ്ശേരി 78 പോയിന്റുമായാണ് ഏറ്റവും മികച്ച സ്കൂൾ എന്നുള്ള പട്ടം ഇത്തവണയും നേടുന്നത്. തുടർച്ചയായി 4ാമത്തെ തവണയാണ് ഐഡിയൽ കടകശ്ശേരി എത്തുന്നത്. അപ്പോൾ ഐഡിയൽ കടകശ്ശേരിയുടെ വിദ്യാർത്ഥികൾ ഗവർണറിൽ നിന്ന് ഏറ്റവും മികച്ച സ്കൂളിനുള്ള ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളിനുള്ള ചാമ്പ്യൻ പട്ടം, ചാമ്പ്യൻ കപ്പ് ഏറ്റുവാങ്ങുകയാണ്. നേരത്തെ കഴിഞ്ഞത് സ്പോർട്സ് ഹോസ്റ്റലുകളായിരുന്നു, അക്കാദമികളായിരുന്നു. അതിൽ GB രാജയാണ് 48 പോയിന്റുമായി GB രാജയായിരുന്നു 1ാം സ്ഥാനത്ത് എത്തിയിരുന്നത്. ഏറ്റവും മികച്ച ഓവറോൾ ജില്ലാ ചാമ്പ്യൻഷിപ്പിലേക്ക് റണ്ണറപ്പ് 859 പോയിന്റുമായി കണ്ണൂരാണ്. കണ്ണൂരാണ് സെക്കൻഡ് റണ്ണറപ്പ്. കണ്ണൂരിനുള്ള ട്രോഫിയാണ് ഇപ്പോൾ കൈമാറാൻ പോകുന്നത്. കണ്ണൂരിന്റെ താരങ്ങൾ ഇപ്പോൾ വേദിയിലേക്ക് കയറി വരുന്നുണ്ട്. 879 പോയിന്റ് കണ്ണൂരാണ് സെക്കൻഡ് റണ്ണറപ്പ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ഏറ്റവും മികച്ച ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിന്റെ കുട്ടികൾ. റണ്ണേഴ്സ് 892 പോയിന്റ് തൃശ്ശൂരാണ് ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറയുന്നത്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ വരുന്നത് തിരുവനന്തപുരത്തിന് തൊട്ടു പിന്നാലെയായി എത്തുന്നത്. അപ്പോൾ ഇനി തൃശ്ശൂരിന്റെ കുട്ടികൾ വേദിയിലേക്ക് എത്തും. ഇപ്പോൾ കണ്ണൂരിന്റെ സെക്കൻഡ് റണ്ണറപ്പ്, അതായത് 3ാം സ്ഥാനത്തേക്ക് എത്തിയ ഒരു ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് അടിസ്ഥാനത്തിൽ 3ാം സ്ഥാനത്തുള്ളത് കണ്ണൂരാണ്. കണ്ണൂരിന്റെ കുട്ടികളാണ് ഇപ്പോൾ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. തൃശ്ശൂര് 2ാം സ്ഥാനത്തേക്ക് എത്തുകയാണ്. തൃശ്ശൂര് മികച്ച താരങ്ങളുള്ള, മികച്ച അത്ലറ്റുകളുള്ള, നമ്മൾ അപ്രതീക്ഷിതമായതോളം വലിയ പ്രകടനങ്ങൾ നടത്തി. ഇന്ന് റിലേയിൽ പോലും നമ്മൾ കണ്ടു. സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ, ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ റിലേയിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടു. തൃശ്ശൂരിന്റെ കുതിപ്പ് നമ്മൾ ഇന്ന് കണ്ടതാണ്. അപ്പോൾ തൃശ്ശൂര് ഏറ്റവും മികച്ച തിരുവനന്തപുരം ചാമ്പ്യൻ പട്ടം തിരുവനന്തപുരം ഏറ്റുവാങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കണ്ണൂരിന്റെ കുട്ടികളാണ്, തൃശ്ശൂരിന്റെ കുട്ടികളാണ്. ഇപ്പോൾ തൃശ്ശൂരിന്റെ താരങ്ങളാണ് ഇപ്പോൾ ഗവർണറിൽ നിന്ന് ഈ കപ്പ് ഉയർത്തി നിൽക്കുന്നത്. ഫസ്റ്റ് റണ്ണറപ്പ് അടുത്തത് 2ാം സ്ഥാനത്തേക്ക് തിരുവനന്തപുരം ജില്ല വരികയാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് 117 പവൻ സ്വർണ്ണ പുതിയ കപ്പ് കപ്പ് ഇപ്പോൾ കാണാം. 117 പവന്റെ സ്വർണ്ണ കപ്പാണ് തിരുവനന്തപുരത്തിന് 1825. So this was Gold Cup goes to the overall champions Thiruvananthapuram. മുഖ്യമന്ത്രിയുടെ ഗോൾഡ് കപ്പ് ഏറ്റുവാങ്ങുന്നു തിരുവനന്തപുരം ജില്ല. Now we may call upon the designer of the Gold Cup, Chief Minister's Gold Cup, Sri Akhilesh, to receive a token of appreciation from the Honorable Governor of Kerala, Sri Akhilesh.
മഹേഷ് പോലൂർ ചേരുന്നുണ്ട്. മഹേഷ്, മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഓവറോൾ ചാമ്പ്യന്മാരായി തിരുവനന്തപുരം മാറിയിരിക്കുന്നു. മറ്റ് ആരൊക്കെയാണ്? നേരത്തെ തന്നെ നമുക്കറിയാം ഓരോ വർഷവും ഓരോ സ്കൂളുകൾ കൈയടക്കി വെച്ചിരുന്ന പട്ടങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ട്രോഫികളുണ്ട്. അതെല്ലാം അങ്ങനെ തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ? തന്നെ 1825 പോയിന്റുമായാണ് തിരുവനന്തപുരം ഇക്കുറി അവരുടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ബഹുദൂരം മുന്നിലെത്തി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. പ്രത്യേകിച്ച് ഗെയിംസ് ഇനങ്ങളിൽ നേടിയിരിക്കുന്ന നീന്തൽക്കുളത്തിൽ നിന്ന് അക്വാറ്റിക്സിൽ ഉൾപ്പെടെ തിരുവനന്തപുരത്തിന്റെ ഒരു ആധിപത്യം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗെയിംസ് ഇനങ്ങളിൽ നേടിയ ഒരു മികവ് തന്നെയാണ്, മെഡൽ വേട്ട തന്നെയാണ് തിരുവനന്തപുരത്തിന് വീണ്ടും സ്കൂൾ ഒളിമ്പിക്സിലേക്ക്, സ്കൂൾ കായികമേളയിലേക്ക്, ഓവറോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തിക്കുന്നത്. എതിരാളികളായി വന്ന രണ്ട് ടീമുകൾ, അതായത് തൃശ്ശൂരും ഒപ്പം കണ്ണൂരും, രണ്ട് ടീമിന്റെ പോയിന്റ് കൂട്ടിയാൽ പോലും ഒരു പക്ഷേ തിരുവനന്തപുരത്തിന് അരികെ എത്തിക്കാം. രണ്ട് സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്ന പക്ഷേ ഇപ്പോൾ 1825 പോയിന്റുമാണ്. സ്കൂളുകളിൽ ഐഡിയൽ കടകശ്ശേരിയാണ് ഏറ്റവും മികച്ച സ്കൂളായി വന്നിരിക്കുന്നത്. ഐഡിയൽ കടകശ്ശേരി തന്നെയാണ്. തുടർച്ചയായി 4ാമത്തെ തവണയാണ് ഐഡിയൽ കടകശ്ശേരി വരുന്നത്. അതുപോലെ GV രാജ സ്കൂളാണ് മികച്ച സ്പോർട്സ് സ്കൂളായി വരുന്നത്. ഇപ്പോൾ ഇവിടെ അതിന് സമാപന ചടങ്ങിലേക്ക് പോവുകയാണ്. അവിടെ ദേശീയ ഗാനത്തിനായുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ദില്യ.